സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ലിജോ തോമസ്. പഴം പറിച്ചെത്തുന്നതിന് നവദമ്പതികൾ അറസ്റ്റിൽ. പാസ്റ്റർ നോഹയുടെ പെട്ടകമണിയിൽ പൂർത്തിയായി. ഈ വർഷത്തെ കോടിപതിയായി ബ്രദർ ഇയ്യോബിനെ തിരഞ്ഞെടുത്തു. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി പരാതി. മൂന്നാം നിലയിൽ നിന്നും താഴെ വീണ യുക്തിക്കോ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. പഴം പറിച്ചെത്തുന്നതിന് നവദമ്പതികൾ അറസ്റ്റിൽ. ഇന്നലെ വൈകുന്നേരം ഏതൻ തോട്ടത്തിലായിരുന്ന സംഭവം. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ഷെറിൻ നമ്മോടൊപ്പം ചേരുന്നു. ഷെറിൻ, എന്താണ് സംഭവിച്ചത്? കാര്യങ്ങൾ കൂടുതലായി വ്യക്തമാക്കാം. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം. തോട്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവം തോട്ടം സൂക്ഷിപ്പാനായി ഇവരെ ഏൽപ്പിച്ചിരുന്നു. തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷഫലം ഒഴികെ മറ്റു ഫലങ്ങൾ തിന്നുവാൻ ദൈവം അവരെ അനുവദിച്ചതായിരുന്നു. എന്നാൽ ദൈവം കൊടുത്ത നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് ഉടമസ്ഥൻ ഇല്ലാതിരുന്ന സമയത്ത് വിലക്കപ്പെട്ട ഫലം അവർ ഭക്ഷിക്കുകയാണ് ഉണ്ടായത്. കേസിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും? ഇരുവരെയും അല്പം മുമ്പ് ദൈവിക കോടതിയിൽ ഹാജരാക്കി. തങ്ങൾ വഞ്ചിക്കപ്പെട്ടതാണെന്നും പാമ്പാണ് ഇതിന് പ്രേരിപ്പിച്ചതെന്നും അവർ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ദൈവകൽപ്പന ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ഇരുവരെയും തോട്ടത്തിൽ നിന്നും പുറത്താക്കി. പ്രേരണാകുട്ടത്തിന് പാമ്പിനെയും അറസ്റ്റ് ചെയ്തു. തുടർന്നുള്ള കാലം നിലത്ത് ഇഴഞ്ഞു നടക്കുവാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കോടതി ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കോടതിക്ക് വ്യക്തമായ നിലപാടുണ്ട്. കോടതി ഇതിനെ ശക്തമായ ഭാഷയിൽ അവലപിക്കുകയുണ്ടായി. ദൈവത്തോടുള്ള അനുസരണക്കേട് പാപമാണെന്നും ദൈവകൽപ്പന ലംഘിക്കുന്നവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും കോടതി വ്യക്തമാക്കി. നന്ദി ഷെറിൻ, വിവരങ്ങൾ നൽകിയതിന്. അടുത്ത വാർത്തയിലേക്ക് കടക്കാം. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം എരിശിലേമിൽ നിന്നും ഗസയ്ക്ക് പോകുന്ന വഴി ഒരു നിർജ്ജന പ്രദേശത്ത് വെച്ചായിരുന്നു സംഭവം. കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ജബിൻ നമ്മോടൊപ്പം ലൈനിലുണ്ട്. ജബിൻ, എന്താണ് സംഭവിച്ചത്? കാര്യങ്ങളുടെ നിജസ്ഥിതി ഒന്ന് വ്യക്തമാക്കാം. ഹലോ ലിജോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, ജബിൻ പറഞ്ഞോളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് എരിശിലേമിൽ നിന്നും ഗസയ്ക്ക് പോകുന്ന വഴി ഒരു നിർജ്ജന പ്രദേശത്താണ്. ഇവിടെ അത്യന്തം സംഘർഷകരമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. രാവിലെ മുതൽ തന്നെ പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യ വിളിയുമായി ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. എത്തിയപ്പോൾ പട്ടാളം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. മന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പരാതിയെ തുടർന്ന് ശക്തമായ പോലീസ് മന്ത്രിയെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നന്ദി ജബിൻ, വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. സാർ, എന്താണ് സംഭവിച്ചത്? കാര്യങ്ങൾ വ്യക്തമാക്കാമോ? അതിപ്പോ അനക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഈ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം തികച്ചും വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായ ഒരാരോപണമാണ്. ചില സ്ഥാപിത താല്പര്യക്കാർ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കെട്ടിച്ചമച്ച ഒരു കെട്ടുകഥയാണ് ഈ ആരോപണം. നുണക്കഥകൾ പ്രചരിപ്പിച്ച് സംസ്ഥാനത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആരോപണം. ഇത് തുറന്നു പറയാൻ എനക്ക് യാതൊരു മടിയുമില്ല. ഫിലിപ്പോസ് എന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം എന്നോട് സുവിശേഷം പറയുകയുണ്ടായി. അതിനെ തുടർന്ന് സ്നാനം അനുഷ്ഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എനക്ക് മനസ്സിലായി. എൻ്റെ പരിപൂർണമായ സമ്മതത്തോടെ അദ്ദേഹം എന്നെ സ്നാനപ്പെടുത്തുകയുണ്ടായി. ഇതിൽ ഒരു തെറ്റും അനക്ക് തോന്നുന്നില്ല. പണ്ട് ഊരിപ്പിടിച്ച വാടുകളുടെ ഇടയിൽ കൂടി നടന്നിട്ടുള്ള എന്നെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ തക്ക ചങ്കുറപ്പുള്ള ആരും ഈ നാട്ടിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബാക്കി വിവരങ്ങൾ വൈകിട്ട് 6 മണിക്കത്തെ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ശരി. നന്ദി സാർ, വിവരങ്ങൾ നൽകിയതിന്. അടുത്ത വാർത്തയിലേക്ക് കിടക്കാം. പാസ്റ്റർ നോഹയുടെ പെട്ടകപ്പണി പൂർത്തിയായി. ചില വർഷങ്ങളായി ദീപവേലിൽ ശോഭിച്ചു വരുന്ന പാസ്റ്റർ നോഹ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ലോകത്തെ ആദ്യത്തെ വലിയ കപ്പലിന്റെ പണി പൂർത്തീകരിച്ചു. ഗോപുര മരമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്ത് ശക്തമായ മഴയും പ്രളയവും ഉണ്ടാകുമെന്നും കപ്പലിൽ കയറുന്നവർക്ക് രക്ഷപ്പെടാമെന്നും താൻ നിരന്തരം പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് നോഹ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഈ വർഷത്തെ കോടിപതിയായി ബ്രദർ ഇയ്യോബിനെ തെരഞ്ഞെടുത്തു. ഈ വർഷത്തെ കോടിപതിയായി ബൈബിൾ ടുഡേ മാസികയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബ്രദർ ഇയ്യോബ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വർഷത്തെ ശക്തമായ സാമ്പത്തിക മാന്ദ്യനിമിത്തം കനത്ത നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നുവെങ്കിലും ദൈവം തന്നെ അനുഗ്രഹിച്ച് തന്റെ സമ്പത്ത് ഇരട്ടിയാക്കിയതായി ഇയ്യോബ് ഊസ്ലേശം പ്രസ് ക്ലബിൽ വെച്ച് ഞങ്ങളുടെ റിപ്പോർട്ടർമാരോട് വ്യക്തമാക്കി. മൂന്നാം നിലയിൽ നിന്നും താഴെ വീണ യുക്തിക്കോ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലോക പ്രശസ്ത സുവിശേഷകൻ പാസ്റ്റർ പൗലോസിന്റെ പ്രസംഗമെത്തിയെ അദ്ദേഹം ഗാർഹസ്ഥയിലാകുകയും
മൂന്നാം നിലയിൽ നിന്നും താഴെ വീഴുകയുമാണ് ഉണ്ടായത്. വിവരം അറിഞ്ഞുടൻ തന്നെ പൗലോസ് അദ്ദേഹത്തിന്റെ അടുത്തെത്തുകയും ഇവൻ മരിച്ചിട്ടില്ല, ഇവന്റെ ആത്മാവ് ഇവന്റെ മേൽ ഉണ്ട് എന്ന് പറഞ്ഞ് തദവസരത്തിൽ അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുകയാണ് ഉണ്ടായത്. ആരാധനയ്ക്കിരുന്ന് ഉറങ്ങുന്നവർ യുത്തിക്കോസിനെ ഓർത്തുകൊള്ളുക എന്ന് പൗലോസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയുണ്ടായി. ഇനി ഒരു ഇടവേളയിലേക്ക് കടക്കാം. അതിനുശേഷം നമുക്ക് മടങ്ങി വരാം. ഗുണനിലവാരമുള്ളതും മികച്ചതുമായ ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് ഉപകരണങ്ങൾക്കായി സമീപിക്കുക യൂസിറ്റി ഇലക്ട്രിക്കൽ. പൈനാമ് ലോകോത്തര നിലവാരമുള്ള അപ്പോൾസ്ട്രി, കോർണർ സീറ്റ്, കാർ സീറ്റ്, ലൈൻസ് എന്നീ സേവനങ്ങൾക്കായി സമീപിക്കുക റെയിൻബോ അപ്പോൾസ്ട്രി. 25 വർഷ സേവന പാരമ്പര്യം. ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഗുണനിലവാരമുള്ള ഏത് അവശ്യ സാധനങ്ങൾക്കും സമീപിക്കാം ന്യൂസിറ്റി സൂപ്പർ മാർക്കറ്റ്. പൈനാമ് വില തുച്ഛം, ഗുണം മെച്ചം. നിങ്ങളുടെ ഭവനം മനോഹരവും സ്വപ്ന തുല്യവുമാക്കുവാൻ ഗുണനിലവാരമുള്ള ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, ബാത്ത് വെയർ തുടങ്ങിയവൾക്കായി സമീപിക്കുക KS എന്റർപ്രൈസ് കൊന്നപ്പാറ. വാർത്തകൾ തുടരുന്നു. ഇനി സ്പോർട്സ് വാർത്തകൾ. ലോക കഴിഞ്ഞ തവണകളിൽ ശിംഷോന് കിരീടം. എല്ലാ തവണയും പോലെ ഈ പ്രാവശ്യവും ഫിലിസ്തീൻ തന്നെയായിരുന്നു എതിരാളികൾ. കനത്ത പോരാട്ടം നേരിടേണ്ടി വന്നുവെങ്കിലും ഷിംഷോൻ വിജയം വരികയുണ്ടായി. ഞങ്ങളുടെ റിപ്പോർട്ടർ ബെൻസൺ ഇപ്പോൾ ഷിംഷോനോടൊപ്പം നമ്മോടൊപ്പം ചേരുന്നു. താങ്ക് യു മിസ്റ്റർ നിഷോ. ഞാൻ ഇപ്പം മിസ്റ്റർ ഷിംഷോനോട്. മിസ്റ്റർ ഷിംഷോൻ, താങ്കൾക്ക് ഇപ്പോൾ എന്തോ തോന്നുന്നു? പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. താങ്കൾ ഈ വിജയം താങ്കൾ എങ്ങനെ കാണുന്നു? തന്നോടല്ലേ പറഞ്ഞ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. 999 ആയപ്പോൾ കൈ കുറച്ച് വേറെ എടുക്കാൻ തുടങ്ങി. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ എല്ലാം പൂർത്തി 1000 തയ്ക്കാൻ ദൈവം സഹായിച്ചു. താങ്ക് യു മിസ്റ്റർ ഷിംഷോൻ. ഇത് ക്യാമറമാൻ ജസ്വിന്റെ ഒപ്പം പറഞ്ഞു. നന്ദി ബെൻസൺ. വിവരങ്ങൾ നൽകിയതിന് 1000 ഗോളുകൾ നേടി ഷിംഷോൻ എത്തിത്തരി. ഒരു ഗോൾ പോലും തിരിച്ചടിക്കുവാൻ ഫിലിസ്തീനർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മികച്ച വിജയമായിരുന്നു ഷിംഷോൻ നേടിയത്. വാർത്തകൾ ചുരുക്കത്തിൽ. പഴം പറിച്ചെത്തുന്നതിന് നവദമ്പതികൾ അറസ്റ്റിൽ. പാസ്റ്റർ നോഹയുടെ പെട്ടകമണി പൂർത്തിയായി. ഈ വർഷത്തെ കോടതിയായി ബ്രദർ ഇയോബിനെ തിരഞ്ഞെടുത്തു. എത്യോപ്യയുടെ ധനകാര്യമന്ത്രിയെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതായി പരാതി. മൂന്നാം നിന്നും താഴെ യുത്തിക്കോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകളുടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.